ഞാൻ എങ്ങനെയാണ് കാന്താരി കൊണ്ട് എൻ്റെ സ്റ്റൈലിൽ കാന്താരി ചിക്കൻ കറി വെക്കുന്നതെന്ന് കണ്ടാലോ? ആദ്യം നമുക്ക് ഈ സ്റ്റൗ ഒന്ന് കത്തിക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ഉരുളി എടുത്ത് വെക്കാം. ഉരുളി നന്നായി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ ഉരുളി ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. കാരണം ഞാൻ കുറച്ച് എണ്ണയാണ് യൂസ് ചെയ്യാറ്. നമ്മുടെ ഹെൽത്തിനൊക്കെ കുറച്ച് എണ്ണയാണ് നല്ലത്. ഈ എണ്ണയൊന്ന് ചൂടായോ എന്ന് നോക്കണം. ഞാൻ ഇങ്ങനെയാണ് ഈ എണ്ണ ചൂടായോ എന്ന് നോക്കുന്നത്. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മഞ്ഞൾ, കുരുമുളക് പൊടി, ഉപ്പ്, മുളക് പൊടി എല്ലാം കൂടി നന്നായി തിരുമ്മി വെച്ച ചിക്കനാണ്. ഈ ചിക്കൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ താരം. ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ കാന്താരിയാണ്. ഈ കാന്താരി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, കുരുമുളക് എല്ലാം കൂടി നന്നായി ചതച്ചെടുത്തതാണ് ഇത് നമുക്ക് പിന്നെ ഇടാം. ഇപ്പോൾ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ചിക്കൻ ഒന്ന് നന്നായി മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് വറുത്ത് റെഡിയാക്കി എടുക്കണം. നമ്മുടെ ചിക്കൻ റെഡിയായി വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് കോരിയെടുക്കാം. ഈ എണ്ണയിൽ തന്നെ നമുക്ക് എല്ലാം ചെയ്യാവുന്നതാണ്. മറ്റൊരു എണ്ണ ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ എണ്ണയിലേക്ക് നമുക്കൊരു 2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുകൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഞാനൊരു 6 സവോള എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ സവോള ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിടുന്നത് നല്ലതാണ്, പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതാണ്. ഈ സവോള ഒന്ന് ഒരു മെറൂൺ കളറായി കഴിയുമ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു 2 മുളക് ഞാൻ കീറി വെച്ചിട്ടുണ്ട്. ആ മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ നമ്മൾ ചതച്ച് വെച്ച മുളക് കാന്താരിയൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കണം. നന്നായി ഒന്ന് ഇളക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഇത് സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി കളർ കിട്ടാൻ വേണ്ടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഈ പൊടികളെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. കാരണം ഈ കൂട്ടൊന്ന് നന്നായി ചേരാനായിട്ടാണ്. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കറി എല്ലാം സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. കൂടിയിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ 1 സ്പൂൺ മാത്രമേ ഉപ്പിട്ട് കൊടുക്കുന്നുള്ളൂ. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ ഗ്രേവി എല്ലാം ഈ ചിക്കനിൽ ഇട്ട് നന്നായി പിടിക്കാൻ വേണ്ടി നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഗ്രേവി നന്നായിട്ട് ചിക്കനിൽ പിടിക്കണം. എന്നിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഈ ചിക്കൻ എല്ലാം കോരിയെടുത്തിടാം. എന്നിട്ട് ഒന്ന് സ്റ്റവിൽ വെച്ച് തിളപ്പിച്ചെടുക്കണം കേട്ടോ നമ്മൾ. അപ്പോൾ ഈ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് സെറ്റായി എല്ലാ കൂട്ടുകളൊന്നും ചേർന്ന് റെഡിയാകാൻ വേണ്ടിയാണ്. ഇന്ന് ഇവിടുത്തെ ചക്കപ്പുഴുക്കാട്ടോ. അപ്പോൾ ചക്കപ്പുഴുക്കിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാന്താരി ചിക്കൻ ഉണ്ടാക്കുന്നത്. ഗൈസ്, ഇവിടെ നല്ല മഴയാട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കിയൊക്കെ ഒന്ന് കൊടുത്ത് താങ്ക്സ് ഫോർ വാച്ചിങ്.